കന്നുകാലി മത്സരത്തിന്റെ തന്തയാണ്. അവസരം കിട്ടിയാൽ ആനയല്ല, എരുമ വേണമെങ്കിലും ഈ മത്സരം നടക്കും. എന്താ ചേട്ടാ പ്രശ്നം? അല്ല ശങ്കരൻകുട്ടി തന്നെ പറ. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടുക്കാൻ എന്താണ് കാരണം? സ്നേഹത്തിന്റെ മുമ്പിൽ ഈ കന്നുകാലി മത്സരം കീഴടങ്ങും. ഇവിടെ വിനീത കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോ ഈ മത്സരം പാപ്പ മാത്രമായിരുന്നില്ല. I was all in all പുള്ളിക്കൽ. എല്ലാം പോയി, എല്ലാരും കൂടി എന്നെ പുകച്ചു പുറത്ത് കാണിച്ചില്ലേ? ഇപ്പൊ ഈ തറവാട്ടിൽ നടക്കുന്ന എല്ലാ ഗൂഢാലോചനകളെ കുറിച്ചും എനിക്കറിയാം. വിനീത കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ആരാണ് പിന്നിലെന്നും എനിക്കറിയാം. അയ്യോ, എന്നെ തന്നെ മറന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമില്ല, ശങ്കരൻകുട്ടി അത് കേട്ടിട്ടുമില്ല. ഇപ്പൊ ഇങ്ങനെ തിരക്ക് പിടിച്ചു തോന്നാൻ എന്താ കാരണം? ഇനിയിപ്പോ പ്രത്യേകിച്ച് വല്ലതും തോന്നിയിട്ട് വേണോ പ്രായപൂർത്തിയായ പെണ്ണിന്റെ വിവാഹക്കാരെ ആലോചിക്കാൻ? അമ്മാവന്മാരെന്ന നിലയ്ക്ക് അത് ഭംഗിയായി നടത്തി കൊടുക്കേണ്ട ചുമതലയും നമുക്ക് തന്നെയല്ലേ. പരമേശ്വരൻ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. അവൾക്ക് ആരോടെങ്കിലും താല്പര്യമോ മറ്റോ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ. നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ഒരാളെയാ വിനീതയ്ക്ക് വേണ്ടി നമ്മൾ നോക്കേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനാ. സ്വത്തിന്റെ കാര്യമൊക്കെ വിട്, അവളുടെ ഭാവിയാ നമ്മൾ നോക്കേണ്ടത്. എവിടുന്നെങ്കിലും അനുയോജ്യനായ ഒരാളെ കണ്ടെത്തണം, അതാ പ്രധാനം. തറവാട്ടിൽ തന്നെ ഒരാളുള്ളപ്പോ പുറത്തു നിന്ന് എന്തിനാ ഒരു ആലോചന? തറവാട്ടിലോ? അതെ, അവളുടെ മുറച്ചെറുക്കൻ നമ്മുടെ ഗോപീകൃഷ്ണൻ. എന്തുകൊണ്ടും അവര് തമ്മിൽ നല്ല ചേർച്ചയാ. അവനാണെങ്കിൽ വിനീത എന്ന് പറഞ്ഞാൽ ജീവനാ. അവൾക്കും അങ്ങനെ തന്നെ. അത് നടക്കില്ല. കടലിൽ കൊണ്ട് കളഞ്ഞാലും നിന്റെ മോന് തരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഏട്ടൻ എന്താണ് അങ്ങനെ പറഞ്ഞത്? അവൻ എന്താണ് ഒരു കുറവ്? വിദ്യാഭ്യാസവും ഇല്ലേ, സൗന്ദര്യവും ഇല്ലേ, സാമാന്യം തെറ്റില്ലാത്തൊരു പണിയില്ലേ? പിന്നെ സ്ഥിര ജോലിയുടെ കാര്യമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ളത് തന്നെ പിടിപ്പത് പണിയല്ലേ? മാത്രമല്ല, മതി മതി, വർണ്ണിച്ചത് മതി. മോന്റെ മദ്രാസിലെ കാര്യമൊന്നും ഇവിടെ ആർക്കും അറിഞ്ഞൂടാന്നുണ്ടോ? രാപ്പകല് കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരുത്തന് ഈ കുട്ടിയെ ഞാൻ കൊടുക്കില്ല. അത് പ്രതീക്ഷിച്ച് ഇവിടെ ആരും നിൽക്കാൻ വേണ്ട. അതെ പരമേശ്വര, രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം പാടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ആലോചന അങ്ങ് വിടാം. ഡോക്ടർമാർ അങ്ങനെ പല വിവരക്കേടും പറയും. എന്നിട്ടും ആരും ഒരിടത്തും മുറപ്പെണ്ണിനെ കിട്ടുന്നില്ലെന്നാണോ? അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിലും വീഴട്ടെ. അതിപ്പോ നടന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴാൻ പോണില്ല. ഇങ്ങനെയുള്ള സമയത്ത് ചെവിക്ക് യാതൊരു കുഴപ്പമില്ല. ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ കുന്തം വിഴുങ്ങി പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല മനുഷ്യ. ഇതിനെന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ. ഏട്ടന്മാരിങ്ങനെ കടമ്പിടുത്തം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ മോൻ വിനീതയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇക്കണ്ട സ്വത്ത് മുഴുവൻ വല്ല അണ്ടന്റെ അടകോടന്റെ കൈ ചെന്ന് പെടും. ചില വഴികളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അച്ഛനാ മോനെ, നീ ഇങ്ങോട്ട് പുറപ്പെടാൻ സമയമായി. അളിയോ, എവിടെ പോയാവോ? അച്ചോളിയിലില്ല ഇവിടെ. ആരാ? മനസ്സിലായില്ല? അച്ചുവേട്ടന്റെ? ആരുമല്ല, എനിക്ക് പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. അച്ചുവളിയെന്നൊക്കെ വിളിച്ചപ്പോ ഞാൻ കരുതി. അല്ല, അത് ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പരസ്പരം അളിയാന്ന് വിളിച്ചിരുന്നേ. അതിന് അച്ചുവേട്ടൻ കോളേജിലെ പോയിട്ടില്ലല്ലോ. അതെനിക്കറിയാം. അതിന്റെ വിഷമം പുള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ടേ. ഞാൻ അച്ചു ആശാന്റെ ക്ലോസ് ഫ്രണ്ടാ ബലരാമൻ. അഡ്ജസ്റ്റ്മെന്റ് ബലരാമൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. ആശാനോട് ഉണ്ടായിരുന്നു. ആരായിട്ടാ ഇയാള്? ഇത് നമ്മുടെ കൂപ്പിലെ സൂപ്പർവൈസറാ. ഏട്ടന്റെ അടുത്ത കൂട്ടുകാരനാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. കൂട്ടുകാരനും കൂടിയാണ്. അതുകൊണ്ട് സൂപ്പർവൈസർ അല്ലാതാവോ? വല്യേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ട് തന്നെ. നിന്നെ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇങ്ങോട്ട് വന്നേ അളിയൻ. അളിയനെ അങ്ങോട്ട് കണ്ടിട്ട് ദിവസം അത്രേ. മാലതി ചേച്ചി എന്നെ ഇരുത്തി പൊറപ്പിക്കണില്ല. കൈയോടെ കൂട്ടിക്കൊണ്ടില്ലെന്ന് പറഞ്ഞ് എന്നെ വിട്ടിരിക്കണേ. നീ ആദ്യം അളിയാന്നുള്ള വിളിയൊന്നും നിർത്തുന്നുണ്ടോ? ഇതാരെങ്കിലും കേട്ട എന്റെ ജീവിതം തൊലഞ്ഞ്. എത്ര കാലം എന്ന് വെച്ചെങ്ങനെ പേടിച്ചു കഴിയാ? വേണ്ട, എനിക്കൊരു രഹസ്യ ഭാര്യയും ഇങ്ങനൊരു തലതെറിച്ച അളിയനുണ്ടെന്ന് ഈ നാട് മുഴുവൻ ചെണ്ട കൊട്ടി അറിയിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തൊലക്കിന്റെ ബലരാമ. അത് ഇവിടുത്തെ കല്യാണാലോചനയുടെ കാര്യമൊക്കെ മാലതി ചേച്ചി അറിഞ്ഞു. അളിയൻ എന്തെങ്കിലും മണ്ടം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അളിയനെയും കൂട്ടി വീട്ടിലോട്ട് ചെല്ലണമെന്നാ മാലതി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അളിയന് ബുദ്ധി ഉപദേശിച്ചു തരാൻ എന്നെയും ചേച്ചിയും വെല്ലാൻ ആരുമില്ലെന്നറിയാലോ. ബുദ്ധിയല്ല, കൊനഷ്ട ബുദ്ധി. ഓ, ഇല്ലെങ്കിൽ ആ സമയത്ത് നിന്റെയൊക്കെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ മാലതിയുടെ കത്തി താലി കിട്ടുമായിരുന്നു. ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞ് ഞാൻ മാലതി ചേച്ചിയോടൊന്ന് പറയട്ടെ. ചതിക്കല്ലേ ബലരാമ. നീ വിട്ടോ, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോളാന്ന് മാലതിയോട് പറ. അപ്പൊ അളിയന് അളിയം വേണ്ട. അപ്പൊ അച്യുതൻ നായർക്ക് വിവരമുണ്ട്. ഗോപികൃഷ്ണൻ വിനീതയെ കല്യാണം കഴിക്കുന്നതില്
നിങ്ങൾക്കൊരു എതിർപ്പില്ലെന്ന് അവരോട് പറയണം. ആ എന്ത് മണ്ടത്തരാ നീ പറയുന്നേ? പിന്നെ പരമേശ്വരന്റെ അവന്റെ ഭാര്യയുടെ ഔദാര്യത്തിന് ഞാൻ അവിടെ കഴിയേണ്ടി വരും, പട്ടിയെ പോലെ. ഷോ കഷ്ടം. ഇടോ മനുഷ്യ, കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ നമുക്ക് ചില കണ്ടീഷനൊക്കെ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ആ അതാണ് എന്റെ ചേച്ചി. ചേച്ചി പറയുന്ന പ്ലാൻ അനുസരിച്ച് അളിയൻ അങ്ങോട്ട് നീങ്ങിയാ മതി. എല്ലാം ഒത്തു വന്നാ അധികം താമസിയാതെ നമ്മളൊക്കെ കോടിപതികളാ. ഒത്തു വന്നില്ലെങ്കിലോ? ഓ ഈ സന്ധ്യാസമയത്ത് ആ നാക്കെടുത്ത് വളയ്ക്കാതെ എന്റെ പൊന്നളിയാ. അങ്ങോട്ട് വലി. ഇതുവരെ നിങ്ങളോടൊക്കെ ഇക്കാര്യം മറച്ചു വയ്ക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബന്ധം വേണ്ടി വന്നു. നാട്ടുനടപ്പനുസരിച്ച് കല്യാണം നടത്തിയിട്ടില്ലെങ്കിലും മാലതി ഇന്ന് എന്റെ ഭാര്യയാണ്. അതിൽ 2 പിള്ളേരുണ്ട്. മുല്ലയ്ക്ക തറവാടിന്റെ മഹിമയൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ പാരക്കാവ് തറവാടിന് അതിന്റേതായ ഞങ്ങൾ അന്വേഷിച്ചു. കഷ്ടിച്ച് 4ാം ക്ലാസ് പാസ്സായ ആരെങ്കിലും നിങ്ങളുടെ തറവാട്ടിലുണ്ടോ? പിന്നെ പാരമ്പര്യമുണ്ട്. ആ നിങ്ങളുടെ തറവാട്ടിൽ പകുതി കൂടുതൽ ആളുകളും സെൻട്രൽ ജയിലിലല്ലേ താമസം? മോഷണം, പിടിച്ചുപറി, പാരവെപ്പ്. തറവാടിന്റെ പേര് തന്നെ പാരക്കാവുന്നല്ലേ? അളിയ ഇങ്ങനെ ആക്ഷേപിക്കാനാണെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന വല്ല കാര്യം കേട്ടോ. ഏട്ടാ, ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കിട്ട് യാതൊരു കാര്യമില്ല. ആ. വിനീതയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അതിനു വേണ്ടിയാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനിയിപ്പോ അതിലെന്ത് തീരുമാനിക്കാൻ? ഗോപികൃഷ്ണൻ അവളെ വിവാഹം കഴിക്കുന്നു. സമ്മതിച്ചു. പക്ഷേ അതിനു മുമ്പ് അവളുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. ആ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വിവാഹത്തിന് അളിയൻ പാര വയ്ക്കും അല്ലേ അളിയ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ നിർത്ത്. ഇത് ഞങ്ങളുടെ തറവാട്ട് കാര്യമാ. പുറത്തുള്ളവർ ഇതിൽ ഇടപെടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ബലരാമനന്റെ അളിയനാ. ഒരേ ഒരു അളിയൻ. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, വിനീത കുഞ്ഞിന്റെ സ്വത്ത് 11 ഭാഗിക്കണം. 11-ൽ 4 ഭാഗം അച്ചുവളിയന്, 2 ഭാഗം വെല്ലിയളിയന്, 5 ഭാഗം കൊച്ചളിയന്. അതിന്റെ കണക്ക് എങ്ങനെയാ മനസ്സിലായില്ല? പറഞ്ഞുതരാ. അച്ചു അളിയൻ, മാലതി ചേച്ചി, 2 മക്കള്. അപ്പൊ എത്രയായി? 4. കൊച്ചളിയൻ, ചേച്ചി, ഗോപി, വിനീത കുഞ്ഞ്. പിന്നെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തായതുകൊണ്ട് ഒരു പങ്ക് എക്സ്ട്രാ. അപ്പൊ 5. വെല്ലിയളിയനും ഭാര്യൻ 2 പങ്ക്. നാളെ എനിക്ക് കുട്ടികൾ ഉണ്ടായാൽ അല്ല നടക്കണ കാര്യമുണ്ട് ഈ പറയാളിയാ. അപ്പൊ എല്ലാവർക്കും സമ്മതമാണല്ലോ. എന്റെ മോൻ കാരണമല്ലേ എല്ലാവർക്കും ഈ സൗഭാഗ്യം കൈവന്നത്. അതുകൊണ്ട് ഒരു പങ്ക് എനിക്ക് കൂടുതൽ വേണം. അത് ശരിയാവൂല. ആ പോട്ടെ ബലരാമ, ഏ? എന്റെ ഒരു പങ്ക് കൂടിയാണ് കൊടുത്തേക്ക്. ആ അപ്പൊ എന്ന് പ്രമാണം നടത്താം, അത് പറ. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ? അതെ, ശരിയായിട്ടുള്ള ഏർപ്പാടുകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് മതി. പക്ഷെ നമ്മൾ തമ്മിലുണ്ടാക്കിയ ഈ ധാരണ ഒരു മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് ആക്കി രജിസ്റ്റർ ചെയ്യണം. മനുഷ്യന്റെ കാര്യമല്ലേ? നാളെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ സ്വഭാവം അങ്ങോട്ട് മാറിയാ ഞങ്ങൾ എന്ത് ചെയ്യോളിയാ? എന്നെ അളിയാന്നൊന്നും വിളിക്കണ്ട. പിന്നെ അപ്പൂപ്പാന്ന് വിളിക്കണം. അപ്പൂപ്പാന്നല്ലടാ. ഛെ, എന്താ ഇത്? ഒന്നിച്ച് നിൽക്കേണ്ടവരാ നമ്മള്, അത് മറക്കണ്ട. എടോ പന്ന റാസ്കൽ, അറുമുഖം പിള്ളേ, തന്റെ മോളെ എനിക്ക് കെട്ടിച്ചെന്നില്ലെങ്കിൽ അടിച്ച് തന്റെ അണപ്പലി ഞാൻ തെറിപ്പിക്കും എന്ന് അങ്ങേരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ അങ്ങേര് തിരിച്ചൊരെണ്ണം നിന്റെ മോന്തക്കിട്ട് പൊട്ടിച്ചെന്നാലോ എന്ന് പേടിയായിരിക്കും. വെറുതെ എന്നെ കൊണ്ട് നീ ഈ കാര്യം ഏറ്റിരിക്കില്ലേ? ഞാൻ വെറുതെ കയറി ഓവർടേക്ക് ചെയ്ത് സംഗതി അലങ്കോലമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നീയാണെങ്കിൽ ഈ ലോട്ടറി ടിക്കറ്റ് ഞാൻ വിളിച്ചു പറയും പോലെ നാളെ 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 എന്ന് പറഞ്ഞ് ഇതങ്ങ് മാറ്റി വെച്ചിരിക്കില്ലേ? എപ്പോ, എങ്ങനെ, ഏത് വിധത്തിൽ തന്ത്രപരമായി അറുമുഖൻ ചേട്ടനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്റെ വാക്ക് വാക്കാം. ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ശങ്കരൻകുട്ടി തന്നെ ആയിരിക്കും. മുല്ലക്കൽ തറവാട്ടിലെ 1-ാം പാപ്പാൻ ശങ്കരൻകുട്ടി, അറുമുഖം പിള്ളയുടെ മരുമോൻ. കള്ളാ, എല്ലാം ഒളിച്ചു വെച്ചിരിക്കല്ലേ? ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലല്ലേ? ഇത് സത്യം സത്യം സത്യം. ശരി, ഓക്കെ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അങ്ങേരെയും കൊല്ലും നിന്നെയും കൊല്ലും. എന്നിട്ട് അവളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നാടുവിടും. പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണേ ആനത്തലയോളം നീ വന്ന് ഇതേ നീ അവന് കൊണ്ടു കൊടുക്ക്. ആർക്ക്? ശങ്കരൻകുട്ടിക്ക്. ഓഹോ, ശങ്കരൻകുട്ടിക്ക് മാത്രമേ ഉള്ള, എനിക്കൊന്നുമില്ലേ? നിനക്ക് വേറെ ചിലതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യടാ, നിന്ന് കുണുങ്ങുന്ന കണ്ടില്ലേ? അല്ല മാവ, ആ. അവൻ എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? ആര്? അനന്തൻ, ശങ്കരൻകുട്ടി എന്ത് സൂചിപ്പിച്ചെന്ന്? ഗായത്രിയുടെ വിവാഹക്കാര്യം. ഓഹോ, അതാണോ? ഒന്നും അറിയാത്ത പോലെ കള്ളൻ. ഗായത്രിയെ അവൻ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചിരിക്കല്ലേ? ആര്? ശങ്കരൻകുട്ടി. ആ, എപ്പോ സമ്മതിച്ചു? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം? നീ ഇത് കൊണ്ടുപോയി ശങ്കരൻകുട്ടിയുടെ കൈ കൊടുത്തിട്ട് ആനപ്പിണ്ടം വരാൻ നോക്ക്. ആനപ്പിണ്ട ഉരുട്ടി തന്റെ വാക്കകത്തോട്ട് ഞാൻ വെച്ചിരുന്നു. ഒന്നുമില്ല. അല്ല, നീ പറഞ്ഞു ഞാൻ കേട്ടു. അത് നീ തന്നെ വായിലോട്ട് ഉരുട്ടി തിന്നാ മതി കേട്ടോ. കാലത്തേതാകുമ്പോ നല്ല മധുരമായിരിക്കും. കഴിച്ച നല്ല ശീലമല്ലേ? അതേടാ. ആ. ഒന്നം
ഇതെന്താ തേങ്ങയൊക്കെ ആയിട്ട് കാലില് വീണേനെ സൂക്ഷിച്ചു വേണ്ടടാ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരിക. എല്ലാം മംഗളമായിട്ട് വരാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി നേരെ എങ്ങോട്ടാണ് പോണെന്നറിയോ? നിന്റെയും ഗായത്രിയുടെയും കാര്യം അറുമുഖം ചേട്ടനോട് പറയാൻ. എന്തു പറ്റിയടാ നിനക്ക്? ഒന്നും പറ്റാതിരിക്കാനാ ഇതിപ്പോ ഞാൻ തന്നത്. ഇനി എന്റെ കല്യാണക്കാരി ആരോടും നീ പറയണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചിതാഭസ്മം ഈ മുല്ലക്കൽ പുഴയിൽ ഒഴുക്കുന്നവരെ എനിക്ക് ഉറക്കല്ലടാ. കുഞ്ഞാളാകെ അങ്ങ് മാറിപ്പോയല്ലോ. മദ്രാസിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ പോലെ ആവുമെന്ന് പറയുന്നത് ശരിയാണല്ലോ. അത് പോട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. നമ്മുടെ സ്റ്റേറ്റിൽ എത്തുന്നത് വരെ ജേണി ഓക്കെ ആയിരുന്നു. ബോർഡർ കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറി ഇറ്റ് ഈസ് ഹൊറിബിൾ. റോഡുകളാണോ തോടുകളാണോ? ഓ മതി മതി, കുശലാന്വേഷണമൊക്കെ പിന്നെ മതി. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, വന്നു വല്ലതും കഴിക്കേ. വാ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. എന്താ കാര്യം അച്ഛമാവാ? പറയാം, മോളിരിക്ക്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന കുട്ടികൾക്ക് അമ്മാവന്മാരോട് ഇത്രയും സ്നേഹവും വിനയവും കാണും. അല്ലേ പരമേശ്വര? സംശയം എന്താ? വിളിച്ച കാര്യം പറഞ്ഞില്ല. അതാ പറഞ്ഞോണ്ട് വരുന്നത്. ഞങ്ങള് മോളുടെ ആരാ? അമ്മാവന്മാര് ആണല്ലോ. ഇന്നത്തെ ചുറ്റുപാടിൽ മോളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഞങ്ങൾക്ക്. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മോൾ ഈ തറവാട്ടിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ പല നല്ല കല്യാണക്കാര്യങ്ങളും വന്നിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ഒടുവിൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങളെല്ലാം ചേർന്ന് ഒരു പോംവഴി കണ്ടെത്തി. ഗോപിയെ കൊണ്ട് മോളെ വിവാഹം കഴിപ്പിക്കുക. പിന്നെ കുഞ്ഞിനാളിലെ ഇവന്റെ മനസ്സിൽ മോളായിരുന്നെന്ന ഇവൻ പറയുന്നത്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. മോളുടെ സമ്മതം മാത്രമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന് കരുതരുത്. അമ്മാമാരോട് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഒച്ച വെക്കണ്ട. ഒരു വിവരം പറയാനാ ഞാൻ വന്നത്. എന്നോടുള്ള വാശി തീർക്കാനാണോ ഗോപിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? ഞാൻ എന്തിനു നിങ്ങളോട് വാശി തീർക്കണം? നിങ്ങൾ എന്റെ ആരാ? കാര്യങ്ങളുടെ സത്യാവസ്ഥയെ കുറിച്ചറിയാൻ ഒരിക്കൽ പോലും വിനീത ശ്രമിച്ചിട്ടില്ല. ഈ അപമാനമൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഞാനിവിടെ കഴിയുന്ന എന്തിനാണെന്നറിയാമോ? വിനീതയുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിവാഹമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. പരസ്പര ധാരണ അനുസരിച്ചുള്ള ഒരു സ്വത്ത് വീതം വയ്ക്കല്. ഒരുപക്ഷെ ഈ വിവാഹത്തിന് താൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകമാണെന്ന് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ തന്നെ കൊല ചെയ്യാനുള്ള പരിപാടി വരെ അമ്മാവന്മാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള സ്ലോ പോയ്സണിങ്. ഇതൊന്നും പോരെങ്കിൽ ഗോപികൃഷ്ണന് മദ്രാസിൽ വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്നുള്ള വിവരം തനിക്കറിയുമോ? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ഈ തറവാട്ടിനോട് കൂറുള്ളവർ ഇപ്പോഴും ഇവിടെ കഴിയുന്നുണ്ട്. അവകാശികളായിട്ടല്ല, ആശ്രിതരായിട്ട്. കൊള്ളാം, ധാരാളം ഹോംവർക്ക് നടത്തിയിരിക്കുന്നു. ഇത്തവണ എന്റെ സ്വത്തായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. ഇതിനെങ്ങനെയാ അനന്തുവിനോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛമാവാ, ഒന്നിങ്ങോട്ട് വരാമോ? പേടിക്കണ്ട, ഗോപിയുമായുള്ള എന്റെ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. വരൂ. എന്താ മോളെ? എനിക്കിപ്പോ സത്യം അറിയണം. മോള് കാര്യം എന്താണെന്ന് പറ. എന്റെ സ്വത്ത് വീതം വെച്ചെടുക്കാൻ വേണ്ടിയാണോ എന്നോട് ഗോപിയുടെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആണോ എന്നാണ് ചോദിച്ചത്. അല്ല, ഒരിക്കലും അല്ല. ഗോപിയേട്ടന് മദ്രാസിൽ വേറെ ഭാര്യയും കുട്ടികളുണ്ടോ? ആരാ മോളോട് ഈ നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്? ശ്ശോ, കഷ്ടം. ഈ ശങ്കരൻകുട്ടി എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എന്തെല്ലാമാണെന്ന് എന്നോട് പറഞ്ഞത്. സ്വത്തിന് വേണ്ടിയായി വിവാഹം നടത്തുന്നത്. ഗോപിയേട്ടന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്ലോ പോയ്സണിങ്. ദിവസേന ആഹാരത്തിൽ കുറേശ്ശെ വിഷം തന്ന് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുവത്ര. എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കിയേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതെല്ലാം ശങ്കരൻകുട്ടിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. അവസാനമായി പറയുക, ആരെതിർത്താലും ശരി, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ ഞാനും ഗോപിയേട്ടനുമായുള്ള വിവാഹം നടന്നിരിക്കും.